സോ ഇന്ന് നമ്മൾ ഒരു ഹോൾ വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും റൂം കുറച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഏസ്തറ്റിക് ആയിട്ട് നിർത്തണം എന്ന് ആഗ്രഹമുണ്ടാകും. എൻ്റെ ഒരു പെർസെപ്ഷനിൽ നമ്മൾ ഈ ഡെക്കറേഷൻ ഐറ്റംസിനൊന്നും ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സോ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഞാൻ അധിക സാധനങ്ങളൊന്നും വാങ്ങാറില്ല. പൊതുവേ ഞാൻ എല്ലാ സാധനങ്ങളും ഇതിന് വറുത്തല്ല. പിന്നെ ദുബായിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ മെയിൻ പ്രശ്നം, ഞാൻ ഏതൊരു സാധനവും അത് ഇന്ത്യയിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യും. സോ ഇന്ത്യയിലെ പ്രൈസുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അയ്യോ ഈ സാധനം എനിക്ക് അവിടെ അത്രയും പൈസയിൽ കിട്ടുമല്ലോ, അപ്പോൾ ഞാനിതിവിടെ കൊടുക്കുന്നത് ഇഷ്ടമല്ലേ, ഇങ്ങനെ പറഞ്ഞ് ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ച പല സാധനങ്ങളും ഇങ്ങനെ ലാഗായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ ഇപ്പോൾ ഞാൻ പുതിയ റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്ന ഒരു സ്റ്റേജിലായിരുന്നു. അപ്പം ആദ്യം നമ്മളിവിടുത്തെ ഡേ ടു ഡേ പോയി. ഡേ ടു ഡേയിൽ പൊതുവെ സാധനങ്ങളൊക്കെ വില കുറവാണ്. എനിക്ക് ഏറ്റവും ഇവിടെ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഡേ ടു ഡേ ആണ്. ഡേ ടു ഡേയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് അവിടെ നിന്ന് ഞാൻ കുറേ സാധനങ്ങളൊന്നും എടുക്കത്തില്ല, പക്ഷേ കാണുമ്പോൾ കുറച്ച് പൈസ കുറവ് കാണുമ്പോൾ എന്തോ ഒരു മനസ്സന്തോഷം കിട്ടും. അപ്പം അവിടെ പോയപ്പോഴും ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് പ്ലാന്റ്സ് അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കൂടുതൽ ആഗ്രഹം. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പക്ഷെ അവിടുത്തെ പ്ലാന്റ്സ് ഒന്നും അത്രയും ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടിയില്ല. പിന്നെ അവിടെ ഉള്ളത് എൻ്റെ മെയിൻ എനിക്ക് വേണ്ടിയിരുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിരുന്നു. പക്ഷെ അതിന് അത്രയും ഭംഗിയുള്ളതും കണ്ടില്ല, ആ പൈസയ്ക്ക് വർത്തായിട്ടുള്ളതും കണ്ടില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ എല്ലാവരും പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ടെമു. ഞാൻ അങ്ങനെ ടെമുന്ന് ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല. എപ്പോഴും അവർ മിനിമം ഓർഡർ, ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, മിനിമം ഓർഡർ 100 വേണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും കുഞ്ഞു സാധനങ്ങളായിരിക്കും, അപ്പോൾ പിന്നെ വെറുതെ 100 ദിർഹത്തിന് സാധനം വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിങ്ങനെ ഡിലേ ആക്കി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആവശ്യമുള്ള കുറച്ച് വേറെ സാധനങ്ങളും കൂടെ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ട് ടെമുന്ന് നമ്മൾ കുറച്ച് കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഐറ്റംസിൻ്റെ അൺബോക്സിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ടെമുന്ന് വാങ്ങാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറയാം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്, ഒരുപാട് ക്വാളിറ്റി ഇല്ലെങ്കിലും നമുക്ക് കാണാൻ ഭംഗിയുണ്ടായാൽ മതി. അപ്പം ഈ ഐറ്റംസ് എല്ലാം നമ്മൾ രണ്ടുപേരും കൂടെ കുറേ ആലോചിച്ച് മീൻസ് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. സോ അപ്പോൾ ഇത് തുറക്കാൻ കണ്ണൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നമുക്കിത് തുറക്കാം. അപ്പോൾ കണ്ണൻ വന്നിരിക്കുകയാണ്. കണ്ണൻ കുറച്ച് എക്സ്ട്രോവേർട്ട് ആണെന്ന് പറയപ്പെടുന്നത് കൊണ്ട് കയ്യിൽ നിന്ന് പോയി ഇൻട്രോവേർട്ട് ആണെന്ന് പറയപ്പെടുന്നത് കൊണ്ട് വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ ആൾക്ക് താല്പര്യമില്ല. അപ്പം നമ്മൾ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് നിർബന്ധിച്ച് ചെയ്യുന്നതിൽ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കിങ്ങനെ പറയാനൊന്നും പ്രശ്നമില്ല. സോ ഐ ആം കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. കണ്ണൻ അത് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് വോയിസ് മാത്രമേ കേൾക്കുള്ളൂ. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യുവാണ്. എനിക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്കൊന്നും ഓപ്പൺ ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ കണ്ണന് കൊടുക്കുവാണ്. മാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡിൻ്റെ താഴെ ഇങ്ങനെ ബെഡിൻ്റെ അല്ല കട്ടിലിൻ്റെ താഴെ നമ്മൾ ഇറങ്ങുന്ന അവിടെ ഇടാൻ വേണ്ടിയിട്ട്. സോ അതാണിത്. എത്ര രൂപയായിരുന്നു? 35 ആയിരുന്നു. സോ 35-ന് വർത്താണോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അയ്യോ 35 നമ്മൾ നോർമൽ കടയിൽ പോകാനൊന്നും കിട്ടത്തില്ല. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് 35-ന് വർത്താണെന്ന് എനിക്ക്. എത്ര സ്റ്റാർ കൊടുക്കാം? നമ്മൾ സ്റ്റാർ കൊടുക്കാത്ത ആൾക്കാരാണ്, എന്നാലും പക്ഷെ ക്വാളിറ്റി എനിക്ക് തൊടുമ്പോഴൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയാണ് നമ്മൾ കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന സാധനം. എൻ്റെ സാധനം ഇതാണ്. മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കർട്ടൻ്റെ അവിടെ കുറച്ച് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വേണമെന്നുണ്ടായിരുന്നു. സോ അതിൽ കാണുമ്പോൾ കുറച്ചും കൂടെ വലുതായിരുന്നു. അത്ര വലുപ്പമില്ലെങ്കിലും പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഡെക്കോറിന് ഓക്കെയാണ്. അങ്ങനെ 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കർട്ടൻ്റെ 2 സൈഡിൽ ഇടാമെന്നുള്ള പ്ലാനിലാണ് ഓർഡർ ചെയ്തത്. സോ ഐ തിങ്ക്
ക്വാളിറ്റി വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കുറച്ച് വല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ലുക്ക് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ഈ സാധനം ഇതിൻ്റെ പോട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ. അത് ഒരു വുഡൻ ടൈപ്പിൽ പോലെ തോന്നുന്ന ബാമ്പു, കുറച്ച് ബാമ്പുവിൻ്റെ ഒരു ഇതുപോലെ തോന്നുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ ഇത് രസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടമായി. ഡേ ടു ഡേ ഞാൻ നോക്കിയപ്പോൾ ഇത്ര രസമുള്ള പോലത്തെ ഐറ്റം കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റായിട്ടൊന്നും നിൽക്കുന്നില്ല. ഇത് നമ്മൾ പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി സെറ്റ് ചെയ്താൽ സെറ്റാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് മറ്റേ വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ വാളിൻ്റെ കോർണറിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനമാണ്. സോ ഇങ്ങനെ ഇരിക്കുമോ? ഓക്കെ, ഇതെങ്ങനെ ഇരിക്കുന്നു എനിക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടും ഞാനൊന്നും ചെയ്യാനത് എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ചെയ്തിട്ട് എനിക്ക് തരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ കാണിച്ച ആ മറ്റേ സ്റ്റാൻഡില്ലേ, ഇത് കോർണർ വാളിൽ നമുക്ക് ഒരു കുഞ്ഞി സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലാൻ ഇവിടെ നമുക്കൊരു കുഞ്ഞി വിളക്കുണ്ട്. ആ വിളക്ക് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്പേസ് ഒന്നും പോകത്തില്ല. സോ കോർണർ വാളിൽ നമ്മൾ ഒരു കൃഷ്ണനുണ്ട് നമുക്ക്. അപ്പോൾ ആ കുഞ്ഞി കൃഷ്ണനെയും വിളക്കും വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനമാണ് ഇത്. നമ്മൾ കോർണർ വാളിൽ ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലൊരു ഐറ്റമായിട്ടെന്ന് തോന്നുന്നു. ഇതൊന്നും ഒരുപാട് ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു നമുക്ക് ചീപ്പായിട്ട് റൂം ഡെക്കോർ ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യും. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടായിരിക്കുക. നമുക്ക് കോർണർ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കാം. ഒരുപാട് ക്വാളിറ്റി ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ഒന്നല്ല. എപ്പോൾ താഴോട്ട് വീഴുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറച്ച് കാലം ഇരിക്കും എന്ന പ്രതീക്ഷയിൽ ഒരു നല്ല ഒരു എന്താ പറയുക, നമുക്കൊരു വിളക്കൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഏരിയ ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ലൈറ്റ് ഉള്ള ടൈപ്പ് വൈൻസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റില്ലേന്ന് അറിയത്തില്ല. പക്ഷെ ഇത് ഇങ്ങനെ കൊല പോലെ ഇരിക്കുന്നേ. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. എൻ്റെ മനസ്സിൽ ഞാൻ ഓർഡർ ചെയ്തത് ലൈറ്റുള്ള ഏതൊരു വൈൻ്റെ സ്ട്രിപ്പാണ്. പക്ഷേ വന്നത് ലൈറ്റ് ഇല്ലാത്ത എന്തോ ഒരു സാധനമാണ്. സോ ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിട്ട് ഇത് അത്ര റേറ്റ് ആയിട്ടാന്ന് തോന്നുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആ വിഷമം അങ്ങ് തീർക്കും. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തറിയാം ഇത് അത് തന്നെ. മീൻസ് നമ്മൾ ഓർഡർ ചെയ്തത് വൈൻസ് തന്നെ ആയിരുന്നു. ലൈറ്റുള്ള LED സ്ട്രിപ്പ് ലൈറ്റുള്ള ടൈപ്പ് ഒരു വൈൻ മേടിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. സോ ഇത് അതല്ല സാധനം. അല്ലെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാം. ഗുഡ് ഐഡിയ. അപ്പോൾ നമ്മളിത് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് ആ LED സ്ട്രിപ്പുള്ള ഐറ്റം വാങ്ങണം. അപ്പോൾ നേരത്തെ നമ്മൾ ആ സാധനം എന്താണ് നമുക്ക് മനസ്സിലായില്ല. ഈ കുട്ടി എൻ്റെ വീഡിയോ കോളാക്കുന്നു. ഇങ്ങനൊന്നും അല്ലടാ ഇതൊക്കെ ചെയ്യണ്ടേ. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ വൈൻസിൽ LED സ്ട്രിപ്പ് വെച്ചിട്ടുള്ള സാധനം ഓർഡർ ചെയ്തതെന്ന്. അത് നമുക്ക് കിട്ടി. അപ്പോൾ ആ സാധനം എന്തായിരുന്നു എന്ന് നമുക്ക് തപ്പി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോ ഇതാണ് അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഓപ്പണിങ് ഓക്കെ, ഇതിൻ്റെ ഓപ്പണിങ് എവിടെയാണ്? സോ എനിക്ക് പണ്ട് തൊട്ട് ഈ പുല്ലും പുഷ്പമാണ് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് ഗ്രീൻ ടച്ച് ആഡ് ചെയ്യാനാണ് ഇഷ്ടം. സോ ഇതാണ് നമ്മുടെ സാധനം. എവിടെ ലൈറ്റ് കത്തുന്നില്ലല്ലോ. ഓ സോറി, ഇതിൽ ബാറ്ററി ഇല്ല. ഇതിൽ ബാറ്ററി ഇട്ടാൽ ഇത് ലൈറ്റ് കത്തുമായിരിക്കും. നമ്മുടെ ബാറ്ററി ഉണ്ടോ? 2 ബാറ്ററി ഇടണം. ബാറ്ററി ഇട്ട് ഇൻ കേസ് ബാറ്ററി ഇട്ടത് സെറ്റായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ അത് തപ്പാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം പോകും. സോ നമ്മുടെ വൈൻ ബാറ്ററി ഇട്ടിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെക്കോറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണത്. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഐറ്റംസും ആയി. ഓക്കെ, ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു. നമുക്ക് ഈ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ടും ഭയങ്കര ഈസി ആയിട്ടുള്ള സാധനം എന്നുള്ള രീതിയിൽ നമ്മൾ സിംപ്ലി മൈസ്റ്റർ ഉണ്ണിയുടെ വീഡിയോയിലാണെന്ന് തോന്നുന്നുണ്ട് ഒരു ഐസ് ഫേഷ്യലിൻ്റെ സാധനം. നമുക്ക് വലിയ പണിയില്ലല്ലോ. ചുമ്മാ വെള്ളം
ഫ്രിഡ്ജ് വെച്ച് ജസ്റ്റ് ചെയ്താൽ പോരെ എന്ന് വിചാരിച്ച് നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനമാണിത്. എന്താ ഇതിൻ്റെ പേര്? ഐസ് ഫേഷ്യൽ റോളറോ അങ്ങനെ എന്തോ ആണ്. പേരിലൊന്നും കാര്യമില്ല. ഇതിനകത്ത് നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കുന്നു, ഐസ് ക്യൂബ് ആവുന്നു, എന്നിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ മുഖത്ത് റോൾ ചെയ്യുന്നു. പുതിയ ഓരോ ആചാരങ്ങൾ. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതെന്താ ഇവിടെ റോട്ടാ? സോ അത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. യെസ്, ഇത് അടയുന്നില്ല ഗായ്സ്. ഓക്കെ, സെറ്റായി. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നമുക്ക് റോളറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ പിന്നെ അതുപോലെ നമ്മൾ വേറെ ഓർഡർ ചെയ്തൊരു സാധനമായിരുന്നു ഇലക്ട്രോണിക് പെഡിക്യൂർ ടൂൾ. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. സോ ഈ കുട്ടി ലൈറ്റ് മൊത്തം കളഞ്ഞു. ഇവിടെ നമ്മൾ ഒരു LED പ്രൊജക്ടർ എന്ന് പറഞ്ഞൊരു സാധനം. ആക്ച്വലി അത് നമുക്ക് ഒട്ടും ഒരു പൈസയും ആയിട്ടില്ല. അത് നമ്മളെന്തോ ടെമൂല് ഫസ്റ്റ് യൂസറായിട്ട് എന്തോ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ ലൈറ്റ്. ഇതിപ്പോൾ ഇരുട്ടല്ലാത്തത് കൊണ്ട് അത്ര ഇത് കാണുന്നില്ല. സോ രസമുണ്ട്, കൊള്ളാം. സോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രോണിക് പെഡിക്യൂർ ടൂളാണ്. സോ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇതാണ് നമ്മുടെ പെഡിക്യൂർ ടൂള്. സോ ഇത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. സോ ഇത് വർക്ക് ചെയ്യുന്നു. പിന്നെ ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓൺ ആക്കാനും ഓഫ് ആക്കാനും ജസ്റ്റ് ഒരു ലോങ് പ്രസ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. ഇതിന് ഒരു കോഴ്സും ഒരു ഫൈനും രണ്ട് ഹെഡും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ചാർജിങ് വരുന്നത് നമുക്ക് USB ചാർജിങ് ആണ്. സോ നമുക്ക് ഹോൾ വീഡിയോ ഒന്നും പ്രൊഫഷണലായി ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എങ്ങനെ ഇരിക്കും ഈ വീഡിയോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ടെമൂല ഹോൾ വീഡിയോ ഇതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻ കേസ് ഏതെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൽ ഹാങ്ങിങ് പ്ലാൻസ് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ.